ഹലോ, എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. കുറച്ച് നാളുകൾക്ക് ശേഷമാണ് നമ്മൾ വീണ്ടും യൂട്യൂബിലൂടെ കാണുന്നത്. യൂട്യൂബിലല്ലാതെ കുറച്ച് പ്രൈവറ്റ് ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു നമ്മുടെ ജൂനിയർ അക്കൗണ്ടൻറ്റിന് വേണ്ടിയിട്ട്. അതിൻ്റെ ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ അടുത്ത മാസം എക്സാമൊക്കെയാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഡിഗ്രി പ്രിലിംസിൻ്റെ എക്സാമും മെയ് 2 മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂട്യൂബിൽ ഇനി ക്ലാസ്സുകൾ ഇട്ട് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് പ്രീവിയസ് ഇയർ ഇംഗ്ലീഷും മലയാളം ആദ്യം നമുക്ക് നോക്കാം. അപ്പോൾ ക്ലാസ് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കണം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ മുതൽ നമ്മുടെ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യാണ്. അപ്പം ആദ്യം പറഞ്ഞ പോലെ തന്നെ PYQ ഇംഗ്ലീഷും മലയാളവും അതോടൊപ്പം തന്നെ മാത്സ്, ഈ 3 വിഷയത്തിൻ്റെ മാർക്ക് മാത്രം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 50 മാർക്ക് ഉണ്ടല്ലേ ഡിഗ്രി പ്രിലിംസിന്. അതിൻ്റെ കൂടെ ആഡ് ഓൺ ആയിട്ട് ഈ ഒരു 3 ഇംഗ്ലീഷും മലയാളവും മാത്സും നല്ല രീതിയിൽ പഠിച്ചെടുത്ത് അതിൻ്റെ കൂടെ GKയുടെ കുറച്ച് ഭാഗങ്ങൾ, കറണ്ട് അഫയേഴ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതൊക്കെ പഠിച്ചെടുത്താൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, പ്രിലിംസ് എന്ന കടമ്പ കടക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ നല്ല രീതിയിലുള്ള കോമ്പറ്റീഷൻ ഉണ്ടാവും. നല്ല പോസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ അല്ലേ, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ നല്ല രീതിയിലുള്ള കോമ്പറ്റീഷൻ ഉണ്ടാവും. അപ്പോൾ എങ്ങനെയെങ്കിലും പ്രിലിംസ് കടക്കണം എന്നുള്ളവർ എന്ത് ചെയ്യുക, GK കുറേ നമുക്ക് പഠിക്കാൻ ഉണ്ട് അല്ലേ. അതിലും എളുപ്പത്തിൽ നമുക്ക് ഈ ഇംഗ്ലീഷ് മലയാളം മാത്സ് പഠിക്കാം. അതിൻ്റെ ഒപ്പം എന്ത് ചെയ്യുക, GK ഇപ്പം കുറച്ച് പഠിക്കാനുള്ള നമ്മുടെ ഇക്കണോമിക്സ് പോലുള്ള സബ്ജക്റ്റൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കുറച്ചേ പഠിക്കാനുള്ള 5 മാർക്ക് ഉണ്ട്. കുറച്ചൊന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന, അതായത് PYQ വരുന്നില്ല എന്നല്ല, PYQ ഇപ്പോൾ എങ്ങനെയാണ് വരുന്നത്, കുറച്ചും കൂടി കട്ടിയായിട്ട് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ചുകൂടി കൂട്ടിയിട്ടാണ് വരുന്നത്. അപ്പോൾ ആ രീതിയിലും കൂടി PYQ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. അതോടൊപ്പം തന്നെ ഹോട്ട് ടോപ്പിക്ക് PYQ എന്ന് തന്നെ നമുക്ക് കിട്ടൂലേ. അപ്പോൾ ഹോട്ട് ടോപ്പിക്സും കൂടി നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രിലിംസ് സെറ്റാവും. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ് ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഒരു ചാനലിലെ ക്ലാസ്സുകളും ഇതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് എക്സാമും കൂടി എഴുതി പഠിക്കാം അല്ലേ, ഇംഗ്ലീഷും മലയാളമൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മളൊരു ക്ലാസ് പഠിച്ചു, PYQ പഠിച്ചു, ഇംഗ്ലീഷും പഠിച്ചു, മലയാളവും പഠിച്ചു, സെയിം രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെ നിങ്ങൾക്കറിയായിരിക്കും. ഈ ഒരു ചാനൽ കൂടുതലായിട്ട് കൊമേഴ്സ് ബേസ്ഡിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. നമുക്ക് വേറൊരു ചാനലുണ്ട് അല്ലേ, PSC+ എന്ന് പറയുന്ന ഒരു ചാനലുണ്ട്. അതിലാണ് ജനറൽ PSC ക്ലാസ്സുകളൊക്കെ നേരത്തെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ കുഞ്ഞുണ്ടായി കുറച്ച് സമയങ്ങളൊക്കെ ആയിട്ട് യൂട്യൂബിൽ ക്ലാസ് ഒന്നും ഇടാൻ പറ്റാതിരുന്നത്. ഇപ്പോൾ നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു ചാനലിലായിരിക്കും ബാക്കി എക്സാമുകളൊക്കെ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പോൾ അതും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ ക്ലാസ്സുകളായിട്ട് നാളെ മുതൽ കാണാം. താങ്ക്